സൈനികരുമായി അസർബൈജാനിൽ നിന്നും പുറപ്പെട്ട ടർക്കിഷ് വിമാനം തകർന്നു വീണു. അസർബൈജാൻ ജോർജിയ അതിർത്തിയിലാണ് 20 സൈനികരുമായി പോയ വിമാനം തകർന്നു വീണത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപകടത്തിൽ എത്ര പേർ മരിച്ചു എന്ന് സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ആ ദൃശ്യം പ്രേക്ഷകരെ കാണിച്ചു തരാം. ജിഷ്ണു രവീന്ദ്രൻ വാർത്താമുറിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഈ വാർത്ത വന്ന് എത്ര ആൾക്കാർ, എനിക്കൊന്ന് സൈനിക വിമാനമാണ് ആയിരുന്നു ഇതെന്നാണ് മനസ്സിലാകുന്നത്. എത്ര പേർ മരിച്ചു എന്ന് സ്ഥിരീകരണം കിട്ടിയോ? SKN എത്ര പേർ മരിച്ചു എന്നതിൽ കൃത്യമായ സ്ഥിരീകരണം വന്നിട്ടില്ല. 20 സൈനികരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അത് കൂടാതെ ക്യാബിൻ ക്രൂ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര പേർ മരിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗൻ അങ്കാരയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിനിടെയാണ് ഈ വിവരം പുറത്തു പറയുന്നത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഒരു കുറിപ്പടി കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, വീരമൃത്യു വരിച്ചിരിക്കുന്നു നമ്മുടെ സൈനികർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് തയ്യിപ്പ് എർദോഗൻ ഈ വിവരം പുറത്തേക്ക് പറയുന്നത്. എത്ര പേർ മരിച്ചു എന്ന വിവരം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. അതിൻ്റെ കണക്കുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. C-130 എന്ന് പറയുന്നത് തുടർച്ചയായി തുർക്കി സ്ഥിരമായി സൈനികരെ പല സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന വിമാനമാണ് C-130 എന്ന് പറയുന്നത്. ഇതാണിപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. അത് എത്ര പേർ അതിൽ മരിച്ചു, എത്ര സൈനികർ വീരമൃത്യു വരിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം ഇനി പുറത്തു വരേണ്ടതുണ്ട്. ജോർജിയ അസർബൈജാൻ അതിർത്തിയിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്തെയും ഈ സൈന്യം അതുപോലെ തന്നെയുള്ള മറ്റ് ഏജൻസികൾ ചേർന്നുകൊണ്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.